കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണ് തുറക്കണ്ടെങ്കിൽ കണ്ണ് തുറന്ന് കിട്ടണ്ടേ? അവന്മാർ നാട് വിട്ടു പോവുകയാണേ. ഏലിയാടെ പോലെ വേറൊരു പാർട്ടിയാണ് എമ്മാവുസ് ശിഷ്യന്മാർ. ജെസേബിൻ്റെ കണ്ണ് വെട്ടിച്ച് ജെസേബിൻ്റെ ഭീഷണിക്ക് വകപ്പ് ജെസേബേലിനെ ഏലിയാനെ കൊന്നു കളയുമെന്ന് പറഞ്ഞപ്പോൾ ഈ ജെസേബിൻ്റെ വായ്ത്തലയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ആളാണ് ഏലിയ. അതുതന്നെയാണ് കർത്താവിനെ കൊന്നവരെ ഞങ്ങളെയും കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് ജെറുസലേമിൽ നിന്ന് എമ്മാവസിലേക്ക് ഓടി രക്ഷപ്പെട്ട ആളാണ് എമ്മാവസ് ശിഷ്യന്മാർ. രണ്ടെണ്ണന്മാരുടെയും കണ്ണ് ആ സമയത്ത് അടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അഗ്നിയിൽ കർത്താവില്ലെന്ന് പറയണതാണ്. അത് തന്നെയല്ലേ എമ്മാവസ് ശിഷ്യന്മാർ പറയണത്. കർത്താവ് തിരിച്ചറിഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ എന്നാ ചെയ്തിരിക്കണത്? 24:31 വായിച്ചോളൂ. അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ കർത്താവ് ആശീർവദിച്ചു, മുറിച്ചു. അപ്പം എന്ത് സംഭവിച്ചു? അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അതായത് ഇതൊരു കണ്ണ് തുറക്കുന്നൊരു പരിപാടിയാണ്. കർത്താവ് കൂടെ ഇല്ലാഞ്ഞിട്ടല്ല, ആന്തരിക നേത്രങ്ങൾ അടഞ്ഞു കിടന്നിട്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രസൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാത്തത്. എനിക്ക് അജയുടെ സാക്ഷ്യം ഞാൻ ശരിക്കും വിലമതിക്കുന്നതിൻ്റെ കാരണം അവരിത് പറഞ്ഞതുകൊണ്ടാണ്. അതായത് എനിക്കിങ്ങനെ പരാജയപ്പെട്ട് പോയിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് എൻ്റെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഉടമ്പടി എടുക്കുന്നവരുടെ ഹൃദയം എല്ലാം മാതാവിൻ്റെ ഹൃദയം പോലെ ആകുമെന്നാണ് മനുഷ്യൻ അവസാനം പറഞ്ഞത്. എന്നിട്ട് അവസാനം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി നമ്മളെ അരയോളം വെള്ളത്തിൽ അതുപോലെ തലക്ക് മുകളിലൂടെ മുങ്ങിക്കളഞ്ഞിട്ട് നിത്യത വരെ നമ്മൾ എത്തിക്കുന്ന പ്രാർത്ഥന ഉടമ്പടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഭയങ്കര സാക്ഷ്യമായിപ്പോയത്. അത് വായിക്കും തോറും നമുക്ക് ശരിക്കും അഭിഷേകം നിറയും. കാര്യം ചെറുപ്പക്കാരനല്ല എന്ന് പറയണത്. അത് വലിയ കരസ്മാറ്റിക് പൊള്ളിയൊന്നും അല്ലത്. ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിച്ച ജീസസ് യൂത്ത് പോലെ പ്രവർത്തിച്ചിട്ട് അങ്ങനെ വന്ന ആളല്ല. ഒരു പഠനമില്ലാതെ ഒരു ഉടമ്പടിയുടെ സ്പിരിച്വാലിറ്റി മാത്രം, ഉടമ്പടി സ്പിരിച്വാലിറ്റിയിൽ മാത്രം വിശ്വസിച്ച് ആ മനുഷ്യൻ ആധ്യാത്മിക സഞ്ചാരം നടത്തിയതാണ്. കാര്യം ആ മനുഷ്യൻ പറയുന്നുണ്ട്, അജയ് പറയുന്നുണ്ട്, കർത്താവേ എനിക്ക് ജോലിയില്ല കേട്ടോ കർത്താവേ എന്ന് പറയും. എനിക്ക് ജോലിയില്ല കേട്ടോ കർത്താവേ, എനിക്ക് ജോലി വേണം എന്ന് പറയും. എന്നിട്ട് ജോലി വേണമെന്ന് ഇയാളെ മനുഷ്യൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? അത് ഭയങ്കര രസമാണ്. ഇയാൾ ഇവിടുത്തെ ഒരു സാക്ഷ്യം വായിക്കും. അത് ഉടമ്പടിയാണ്. ഉടമ്പടി ഒരു സാക്ഷി എഴുതിയിട്ടുണ്ട്. എന്താ സാക്ഷി എഴുതിയിരിക്കുന്നത്? നിന്നെ നിന്നെ ഒരു വിഷയത്തിൽ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ആ വിഷയത്തിലൂടെ തന്നെ പിന്നെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അതൊരു സഹോദരി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ ദൈവാനുഭവമാണ്. ഞാനത് ക്യാപ്ഷനായിട്ടിട്ടുണ്ട് തമ്പിൽ. നിൻ്റെ ഒരു വിഷയത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ആ വിഷയത്തെ തന്നെ പിന്നെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അജയ് ആ സാക്ഷ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? എന്താ കാര്യം? കിണറ്റിലെ വെള്ളം പറ്റിപ്പോയി. അപ്പോൾ 7 പ്രാവശ്യം ഈ മനുഷ്യൻ ജെറിക്കോ പ്രാർത്ഥന നടത്തി. 7ാമത്തെ പ്രാവശ്യം മേഘവിസ്ഫോടനം ഉണ്ടായെന്നാണ്. മേഘവിസ്ഫോടനം. അപ്പോൾ അദ്ദേഹം അതായത് പിന്നെ നിർത്താത്ത മഴ, ഒരിക്കലും കിണറ്റിൽ വെള്ളം പറ്റി പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നെ ആ വഴിക്കാണല്ല അനുഗ്രഹിച്ചത്. കൃപാസനത്തിൻ്റെ ഒക്ടോബർ മാസത്തെ ശുശ്രൂഷയുടെ കൂടെയാണ് പുള്ളി അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ ആഗോള ജെറിക്കോ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ സമയം സംഭവിച്ചതാണ്. അദ്ദേഹം നമ്മളിവിടെ ജെറിക്കോ പ്രാർത്ഥന നടത്തും, അജയ് വീട്ടിൽ ജെറിക്കോ പ്രാർത്ഥന നടത്തും. അങ്ങനെ 400 ജെറിക്കോ പ്രാർത്ഥനയുടെ വീഡിയോ ആണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ആൾക്കാരെ. അതിലൊന്ന് അജയുടെ ആണ്. എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് വീണ്ടും അജയ് എന്ത് ചെയ്ത്, കർത്താവ് ഞാൻ ഏത് രാജ്യത്താണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്റ്റൂൾ എടുത്തിട്ട് നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റൂളിൽ വേൾഡ് മാപ്പ് എടുത്ത് വെക്കും. വേൾഡ് മാപ്പ് ഭൂഗോളത്തിൻ്റെ പടം എടുത്ത് വെക്കും. എന്നിട്ട് കൃപാസനം മാതാവിനെ ഇതിൻ്റെ ചുറ്റും കൊണ്ട് നടക്കും. ജർമ്മനിയെ സമർപ്പിച്ചുകൊണ്ട് കൃപാസനം മാതാവിനെ ഇതിൻ്റെ ചുറ്റും കൊണ്ട് നടന്ന് ജപമാല ചെല്ലും. ജപമാല ചൊല്ലി കഴിയുമ്പോൾ പെട്ടെന്ന് മാതാവ്, അതായത് ഓഫർ ലെറ്റർ 5.5 മാസം കൊണ്ട് കിട്ടുന്ന ഓഫർ ലെറ്റർ 13 ദിവസം കൊണ്ട് മാതാവ് കൊടുക്കും. 13 ദിവസം കൊണ്ട്. അതായത് ഇങ്ങനെ അത് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മാർഗങ്ങളാണിത്. എന്ന് വെച്ചാൽ ഹൃദയശുദ്ധിയുള്ളവരെ ദൈവത്തെ ദർശിക്കുമെന്ന് പറയുന്നില്ലേ, അത് അഭിഷേകത്തിൻ്റെ ഒരു വഴി. ഇപ്പം നീ നടക്കേണ്ട വഴി
നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറയുമ്പോൾ എല്ലാ വഴികളും, നമ്മൾ നടക്കേണ്ട വഴികൾ, നമ്മൾ എന്ത് ചെയ്യണം, എവിടെ പോകണം, എവിടെ താമസിക്കണം, എന്ത് ഭക്ഷിക്കണം, എല്ലാം കർത്താവിന് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും കർത്താവിൽ വിശ്വാസത്തോടെ സ്നേഹത്തോടെ അർപ്പിച്ച് അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ അനുഭവങ്ങൾ കിട്ടും. അതിൻ്റെ ഭാഗമായിട്ടാണ് അജയ്ക്ക് അഭിഷേകം കിട്ടിയിരിക്കുന്നത്. അതായത് അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ ഒരു പരാജയം ഉണ്ടായപ്പോലും നമുക്ക് ആ പരാജയത്തിൻ്റെ പൊള്ളൽ നമ്മൾ അനുഭവിക്കാതെ പകരം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള സാധ്യത ഉടമ്പടിയിൽ കൂടുതലാണ്. ആ ഉടമ്പടിയുടെ റേഞ്ചിൽ ഒരു കാര്യമാണത്. ചിലർ വിചാരിക്കും ആലപ്പുഴ വന്ന് അപേക്ഷക്കത്ത് എഴുതിയിട്ടുമ്പോൾ തന്നെ ഏതാണ്ട് റെഡിമെയ്ഡ് പോലെ കുറേ അനുഭവങ്ങൾ കിട്ടുമല്ലോ എന്ന് പറയും. പക്ഷേ അതെല്ലാം സാധാരണ ABC ക്രിസ്ത്യാനി പറയുന്ന കാര്യങ്ങളാണ്. ഉടമ്പടി അതിന് മുമ്പ് എത്രയോ മേലാണ് അതിൻ്റെ വലുത്. നിത്യത വരെ ഉറപ്പുവരുത്തണ അത്രയും കൃത്യമായ ദൈവശാസ്ത്ര ഭദ്രതയുള്ള ദൈവത്തിൻ്റെ ഈ കാലത്തെ ദാനമാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി എടുത്തവർ അതിൽ ജീവിക്കുകയും അതിനെ ശരണമായി അതിൽ വളരുകയും ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്തുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന. ഹല്ലേലൂയ. ഇവിടെ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. രോഗാതുരായിട്ടുള്ള എല്ലാ വ്യക്തികളും കൃപാസന ഉടമ്പടി ആരാധനയിലെ കോണ്ടിനെൻ്റൽ ബേസായിട്ട് എല്ലാ കാലത്തെയും ഈ ആരാധന ഏത് സമയത്ത് ഏത് രാജ്യത്ത് വെച്ച് കൂടിയാലും കർത്താവ് അവരെ സഹായിക്കുന്നുണ്ട്, കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നുണ്ട്. ഇതൊരു നിത്യവും കൃപാസന ആൾക്കാരെ വന്ന് പറയുന്ന ആൾക്കാരുടെ അനുഭവ സാക്ഷ്യമാണ്. അതുകൊണ്ട് ദയവായി ആ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ജീവനോടെ എഴുന്നള്ളിയിരിക്കുമ്പോൾ നിങ്ങൾ ഈ നിമിഷം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സൗഖ്യദായകനായ ഡോക്ടറെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ചത് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുന്ന സമയമാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ശ്വാസകോശ രോഗികളെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത്. കരളിലും ശ്വാസകോശങ്ങളിലുമൊക്കെ കരള് എൻലാർജ് ചെയ്യുന്നവരെ, മഹോദര രോഗികളെ, ശ്വാസം മുട്ടിൻ്റെ അസുഖമുള്ളവരെ, ഹൃദയത്തിൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവർ, അതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുന്നവരെ ഒക്കെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന്. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ടോൺസൈറ്റ് രോഗികളും സ്പോണ്ടിലോസിസ് രോഗികളും കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസിൻ്റെ അസുഖമുള്ളവരെ, തലവേദന വിട്ടുമാറാത്തവർ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദര രോഗികളെ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. പാങ്ക്രിയാസ് രോഗികൾ നടുവിൽ നെഞ്ചും കൂടിൻ്റെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്, താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, മക്കളില്ലാത്തവരൊക്കെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എവിടെയെല്ലാം രോഗമുണ്ടോ അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും ജീവനോടെ കൃപാസനത്തെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട പരിശുദ്ധ നമ്മുടെ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ജീവനോടെ ജ്വലിച്ചു എഴുന്നള്ളി നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ ലോകത്തുള്ള മുഴുവൻ രോഗങ്ങൾ, ആരെല്ലാം ഈ ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നുണ്ടോ അവിടെ വീട്ടിലുള്ള മുഴുവൻ രോഗങ്ങളെ, നിങ്ങളുടെ രോഗങ്ങൾ മാത്രമല്ല, ആരെല്ലാം രോഗസൗഖ്യത്തിനായി നിങ്ങളോട് യാചിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു അവരെല്ലാം ഓർക്കുക. അടിപ്പിടർ പോലെ വൈദാഘാത പോലെ ദൈവികമായ ശക്തി നിങ്ങളെയൊക്കെ ആവശ്യിക്കുന്ന വലിയ സമയമാണ്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു
കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, ആരെല്ലാം ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അസ്ഥികളിൽ അസ്ഥിക്കുഴകളിൽ രക്തഞരമ്പുകളിൽ ശരീരകോശങ്ങളെല്ലാം കർത്താവ് രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിലെ ആന്തരിക അവയവങ്ങൾ കർത്താവ്, മൾട്ടി ഓർഗൻസിന് പോലും കർത്താവ് രോഗം വന്നിട്ടുള്ളവരെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നത്. ഉള്ളംകാൽ ഉച്ചുവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉള്ളംകാൽ ഉച്ചുവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ 36 കൊല്ലം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കൃപാന്റെ ശക്തികൾ മാർഗരോഗങ്ങൾ വേദികൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഉള്ളവരെ, ജോലിയില്ലാത്തവരെ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കേണ്ടതാണ്. ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, നഷ്ടപ്പെട്ടവരെ, ജോലി അന്വേഷിക്കുന്നവരെ, ഓരോ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ, എഴുതിക്കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരെയും അച്ഛൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈവറ്റ് പാർട്ടിലൊക്കെ രോഗങ്ങളുള്ളവരെ, മാരക രോഗങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ഇടത് കാൽമുട്ടിനെ സ്റ്റൂളേ ഇരിക്കുകയാണ്, അനങ്ങാൻ പാടില്ല. പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇരിക്കേണ്ടി വരുന്നു, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയെ, സ്ത്രീയെ, സഹോദരിയെ കാണിക്കുന്നത് അധികം വയസ്സൊന്നുമില്ല, 10-37 വയസ്സ് പോലും ഇല്ല. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ് ഈ നിമിഷം കർത്താവിൻ്റെ തിരുസന്നിധിയിലെ വലിയ ദൈവകൃപ അമ്മ ജീവനോടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് നടുവലിന് വേദനയുള്ളവർ നടുവലിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി വേദനക്കാർ അവിടെ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവെ, മക്കൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തൊരു കേസുകൾ അകപ്പെട്ടവരെ, കേസിലകപ്പെട്ടവരെ, അതിർത്തി തർക്കങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പല വൈരാഗ്യങ്ങളും ഭീഷണിയിൽ അകപ്പെട്ടിട്ട് മനസ്സ് സമാധാനം നഷ്ടപ്പെട്ടവർ ഇപ്പോൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള പ്രോസസ്സിങ് നടക്കുന്നവർ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് താമസിക്കുന്ന വ്യക്തികളുണ്ട്, അവർ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ സാധാരണ നാട്ടിൽ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ വേദനയും പരിഭവങ്ങളും പ്രയാസങ്ങളും മക്കളിൽ നിന്നുള്ള ഞെരുക്കങ്ങളും സങ്കടങ്ങളും അവരനുഭവിക്കുന്നുണ്ട്. അവിടെ എല്ലാം മക്കൾ, ജീവിത പങ്കാളികൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോഴും കർത്താവ് അനേകം മക്കൾ NRIയിൽ കർത്താവ് ഉടമ്പടി എടുത്തു പോയിട്ടുണ്ട്. അവിടെ കുടുംബനാഥന്മാർ സമർപ്പിക്കുന്നു, മക്കൾ സമർപ്പിക്കുന്നു, അവിടെ ജോലി സമർപ്പിക്കുന്നു, അവിടെ വീടിൻ്റെ ഷിഫ്റ്റിങ്ങിന് സമർപ്പിക്കുന്നു, വീട് വാങ്ങിക്കുന്ന സമർപ്പിക്കുന്നു, വീട് വിൽക്കുന്നതിന് സമർപ്പിക്കുന്നു. കർത്താവ്, അവിടെ പല PR പ്രശ്നങ്ങളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് കർത്താവ് വിവാഹത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളില്ലാത്തവരുടെ വേദനകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം ദൈവശക്തിയാണ്. നിങ്ങളുടെ ജീവിത ദുരിതങ്ങളെ യേശുവിന്റെ നാമം നീങ്ങിപ്പോകട്ടെന്ന് മാതാവിന്റെ മധ്യസ്ഥത കൽപ്പിക്കുന്നു. ശ്രുതിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, കൃപാസനത്തിലെ 30 കൊല്ലത്തെ മധ്യസ്ഥ പ്രാർത്ഥനയോ കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല പ്രാർത്ഥനയുമാണ് കൃപാസനത്തിൻ്റെ ആസ്തിയും അടിത്തറയും എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നെ കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന ആരാധനമറ്റേ പറഞ്ഞ ദൈവ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ അൾത്താറയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സാക്ഷ്യങ്ങളും ലോകോത്തരമായ പുതിയ പ്രാർത്ഥനകളെല്ലാം ദൈവം വെളിപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധന മുട്ടേ നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ടാണ് കൂരേണ്ടത്. എന്തുമാത്രം വിശ്വസിക്കുന്നു, എന്തുമാത്രം സമർപ്പിക്കുന്നു, എന്തുമാത്രം ആശ്രയിക്കുന്നുവോ അതിന് ആനുപാതികമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം. കർത്താവെ, എന്നെ കൂടി സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തെ കൂടി കർത്താവ് നീ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, പലതരത്തിലുള്ള അതായത് കമ്പോളങ്ങൾ നടത്തുന്നവരെ, വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവരെ, കമ്പനി പൊളിഞ്ഞു പോകുന്നവരെ, പൂട്ടിപ്പോകാൻ പോകുന്നവരെ, അങ്ങനെ വ്യത്യസ്തങ്ങളായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഇപ്പോഴും ആരാധനയും ഞങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാതാവ് ആ വിഷയം ഏറ്റെടുത്ത് ഈശോ കൊടുക്കുന്ന വലിയ സ്വർഗീയ നിമിഷങ്ങളാണ്. എല്ലാ വിഷയങ്ങളും നിൻ്റെ ആഗ്രഹങ്ങൾ, നിൻ്റെക്ക് ഒരു എറ്റും പിടിയും കിട്ടാത്ത എന്ത് ചിലവെന്ന് അറിയാൻ പറ്റാത്ത കുഴങ്ങുന്ന അവസ്ഥയാണെങ്കിൽ
ആ കുഴങ്ങുന്ന മാനസിക അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്ത അവസ്ഥ, എവിടെ തുടങ്ങണം എങ്ങോട്ട് പോകണം എന്ന് തിരിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ, കർത്താവ് എനിക്കൊരു പിടിയും കിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവസ്ഥ വിശുദ്ധീകരിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരു മരുന്നും പിടിക്കാത്ത ബോഡി ഉണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. മാതാവ് ആ ബോഡിയെ ഇപ്പോൾ സ്പർശിക്കും. കൃപാസനത്താരെ ജീവനോട് എഴുന്നള്ളി വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് ജീവനും ജീവിതവും കൊടുത്തിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യശക്തി ഇന്ന് നിൻ്റെ കുടുംബത്തെ ഈ ആരാധനയുടെ യെശയ്യാൻ്റെ കൂടെ സന്ദർശിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് അമ്മയും ഒരുമിച്ചുണ്ടായിരുന്ന ആ മഹാത്ഭുതത്തിൻ്റെ വലിയ അനുഭവങ്ങളിലേക്കാണ് നടക്കാൻ വേണ്ടി നിൻ്റെ കുടുംബത്തെ സമർപ്പിക്കുക, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക, ജീവിത പങ്കാളിയെ സമർപ്പിക്കുക. തകരാൻ പോകുന്ന കുടുംബങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, തകർന്ന് കഴിഞ്ഞ കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. കർത്താവ് ഞാൻ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇപ്പോൾ കണ്ണുനീരോടുകൂടി അങ്ങനെ തിരിച്ചതിനെ പ്രാർത്ഥിച്ചെടുക്കുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവ് ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഇന്നത്തെ ദിവസം അനുസ്മരണീയ അനുഭവം അഭിഷേകമാകാൻ യേശുവിന്റെ കൃപ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. സമാപന ആശീർവാദം സ്വീകരിക്കാം. ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കൃപാസനത്തിൽ നടന്ന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശിരസ്സ് നമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനം എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷക്കീന ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശോയെ നിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ